യാത്ര ചെയ്തിടുവാൻ. യേശുവിനെതിരെ വളരെ ഷാർപ്പായിട്ടുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ഇന്ന് നിയമജ്ഞർ നടത്തുന്നത്. അത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പറയുന്നത്. ബെൽസബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം ക്രിസ്തുവിന് വളരെ സ്ട്രോങ് വേർഡുണ്ട്: പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവങ്ങളൊന്നും പൊറുക്കപ്പെടുകയില്ല. ആരോപണങ്ങളൊക്കെ നല്ലതാണ്, എല്ലാവരും ആരോപണങ്ങൾ വിധേയരുമാണ്. പക്ഷേ ചില ആരോപണങ്ങൾ അത് എല്ലാ കാലത്തും പ്രശംസിക്കപ്പെടില്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ക്രിസ്തു മറുപടി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാവങ്ങളൊക്കെ എങ്ങനെ പൊറുക്കാനാകും? പ്രിയമുള്ളവരെ, ഇത് വളരെ ആഴമായി റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഭൂമി ഇന്ന് നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താലാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനം അത് ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല, അതുണ്ടാകുന്നത് ശരിയുമല്ല, അതൊന്നും പൊറുക്കപ്പെടുക പോലുമില്ല. അങ്ങനെ ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാൽ പ്രചോദിതരായവരാണ് ഓരോ ക്രൈസ്തവരും. ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തെ ഒരിക്കലും പിശാചിൻ്റെ പ്രവർത്തനമായി ചേർത്ത് വയ്ക്കരുത്.